ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള അലീസയാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണിത്. ഇനി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടി ചിക്കൻ, ഉള്ളി ചെറുത്, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനേക്കാൾ ഉയരത്തിൽ വരും വിധത്തിൽ വെള്ളം ഒഴിച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരെ ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായി പ്രസ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ മിക്സിയിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അലീസ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാനിൽ 3 ടീസ്പൂൺ നെയ്യൊഴിച്ച് അതിലേക്ക് ഉള്ളി ചെറുതായി നേരിയ രീതിയിൽ കട്ട് ചെയ്തത് ഇതിലിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കൂടി ആഡ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അലീസ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതിൽ നേരത്തെ കാച്ചി വെച്ചതിൻ്റെ നെയ്യ് ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലെ വെറൈറ്റി വിഭവങ്ങളുടെ ഈസി റെസിപ്പി ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.